ഹലോ, ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ CMA ഇന്ത്യയുടെ സൈറ്റിലൂടെ അങ്ങനെ ഒന്ന് പോയി നോക്കുമ്പോൾ അതിൽ പുതിയൊരു സംഭവം കണ്ടു. ചിലപ്പോൾ പുതിയതായിരിക്കില്ല, കുറച്ചായിട്ടുണ്ടാവും ചിലപ്പോൾ വന്നിട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് CMA പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനോടും ടീം അംഗങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും വലിയ ധാരണയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ബുക്ക്ലെറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് അത്യാവശ്യം കുട്ടികൾക്ക് ഉപകാരമായിരിക്കും. ഇപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് ഇനിയും ഒരു 70ഓളം ദിവസങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് ഉപയോഗിച്ചാൽ അവർക്ക് പാസ്സാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള സാധ്യത, കൂടുതൽ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ സംഭവം എന്നുള്ളത് നോക്കാം. സോ അത് എടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ CMAയുടെ സൈറ്റ് കയറുന്നു, കോഴ്സസ് എടുക്കുന്നു. കോഴ്സസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ വരും. സോ ഈ ഒരു വിൻഡോയിൽ ഞാൻ പറയാൻ പോകുന്നത് MCQ ബാങ്കിനെ കുറിച്ചാണ്. ഈ MCQ ബാങ്ക് ഫൗണ്ടേഷൻ ഉണ്ട്, ഇൻ്റർമീഡിയറ്റിനുണ്ട്, ഫൈനലിനുണ്ട്. ന്യൂ സിലബസ് പ്രകാരമാണ് അവരിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ MCQs കുറച്ച് നമ്പർ ഓഫ് MCQ അവർ തന്നിട്ടുണ്ട്. അതിൽ ഒരു 1-2 എക്സാമ്പിൾ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻ ഡീപ്പ് അവർ പോകുന്നുണ്ട് എന്നുള്ളത്, ഇൻഡെപ്ത് അവരിതിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇൻ്റർമീഡിയറ്റിൻ്റെ ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ എടുക്കാം, CMA ഫൈനൽ സ്റ്റുഡൻസിന് ഫൈനൽ എടുത്തു നോക്കാം. ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൻ്റെ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൽ എല്ലാ 8 പേപ്പേഴ്സിനും MCQs അവൈലബിൾ ആണ്. അപ്പോൾ പേപ്പർ 5 മുതൽ പേപ്പർ 12 വരെ എല്ലാ പേപ്പേഴ്സിനും MCQ ബാങ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ MCQ ബാങ്കും കൂടെ ഒന്ന് ചെയ്തു പോകും. കാരണം നമ്മുടെ എക്സാമിന് നമുക്കറിയാം 30 മാർക്സ് MCQ എന്നാണ്. ദറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും 15 ക്വസ്റ്റ്യനും വേണ്ടിയിട്ട് ഇത്രയും MCQ ചെയ്യണോ എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കുറച്ചും കൂടെ കിട്ടും എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പബ്ലിക്കേഷൻസ് ആണെങ്കിലും അവരുടെ റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കും വേണം. അപ്പോൾ ഇത് നമുക്കൊരു അഡീഷണൽ റിവിഷനും അല്ലെങ്കിൽ അഡീഷണൽ റിസോഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പേപ്പേഴ്സിനും ഉണ്ട്. ഇപ്പോൾ പേപ്പേഴ്സിൽ എത്രയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും MCQs ആണ് അതിലുള്ളത്. അതായത് ലോക്ക് 300 MCQs അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലൊക്കെയുള്ള MCQ പുറമെയാണത്. ഞാൻ എല്ലാ MCQയും പോയി നോക്കിയിട്ടില്ല. സെയിം ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടാക്സിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കി ആദ്യത്തെ 2 ക്വസ്റ്റ്യനും എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി, വളരെ അടിപൊളിയായിട്ട് തോന്നി, കൂടുതൽ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നി. അപ്പോൾ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ ബാക്കിലല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നിയത്. ഒരു എക്സാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഏകദേശം 144 MCQs ഉണ്ട് അതിൽ MCQ ബാങ്കിൽ. ദെൻ DT/IDT ആണെങ്കിൽ 181, കോസ്റ്റിംഗ് 295 ക്വസ്റ്റ്യൻസ് ഉണ്ട്. OM and SM-ന് 248, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 166, FM and BDA 174, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 203. സോ ടോട്ടലി ഒരു 1711 ക്വസ്റ്റ്യൻസ് MCQ ബാങ്കിലുണ്ട്, എല്ലാ ഇതും കൂടെ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിവിഷൻ ഉപയോഗിക്കുക. അതുപോലെ MCQ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. അത് ചാപ്റ്റർ വൈസും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമും ചാപ്റ്റർ വൈസ് ആയിരിക്കുമല്ലോ, എവിടെ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനും കൂടെ പറ്റും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ പേപ്പർ 7 ഡയറക്റ്റ് ടാക്സേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ, ഈ ഒരു ഭാഗത്തെ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടോ, യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചാർജിങ് ഓഫ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ ദ സെയിം ഇയർ ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ, അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? ചാർജിങ് ഓഫ് ഇൻകം ദ പ്രീവിയസ് ഇയർ ദ സെയിം ഇയർ ഈസ് നോട്ട് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് നോർമലി അറിയാം പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ അസസ്മെൻറ്റ് ഇയറിലാണ് ചാർജ് ചെയ്യാറ്. എക്സെപ്ഷൻ ഉണ്ട്, 5 എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻറ്റ് തുടങ്ങിയിട്ട് ഡിസ്കണ്ടിന്യൂസ് ബിസിനസ് ഇതിലുണ്ട്, അല്ലെ? പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, അസോസിയേഷൻ ഫോർ എ പെർട്ടിക്കുലർ ഈവൻ, ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ്, ഇതെല്ലാം ആ എക്സെപ്ഷൻസിൽ പറയുന്നതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യണം എന്ന് മാൻഡേറ്ററി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം, അല്ലേടാ? അതിലെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോട്ട് മാൻഡേറ്ററി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ സിക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 5 കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് പ്രീവിയസ് ഇയറിൽ തന്നെ
ഇൻകം ചാർജ് ചെയ്യുന്ന 5 ഏതൊക്കെയാണ്, അതിൻ്റെ റീസൺസ് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ 5 ഏതോ ഒന്ന്, അല്ലെങ്കിൽ ഇവിടെ തന്ന ഈ 4 ഏതോ ഒന്ന് മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ട്. അത് ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കിത് ഒറ്റയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ടെക്സ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടെക്സ്റ്റിൽ പോയി നോക്കേണ്ടി വരും, ആ ഭാഗം നമ്മളൊന്ന് എടുക്കേണ്ടി വരും. സോ ആ ഭാഗം വരുന്നത് അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് താഴെ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ ദാറ്റ് ഇൻകം ഓഫ് എ പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. സോ ഇതിൽ ഈ 5 കേസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 5 കേസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഓഫ് നോൺ റെസിഡന്റ് എസ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ കേസും പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 കേസാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അതിൽ ഇവിടെ കൊടുത്ത് നോക്കൂ, ഇതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര സ്പെസിഫിക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടോ, ഫസ്റ്റ് ഇൻകം ഓഫ് നോൺ റെസിഡന്റ് എസ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, മൂന്നാമത്തെ ഇൻകം ഓഫ് ബോഡി ഫോമർ ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ, ഇൻകം ഓഫ് പേഴ്സൺ ഹു ലൈക്ലി ടു ട്രാൻസ്ഫർ ടു അവോയ്ഡ് ടാക്സ്. 5ാമത്തെ കേസ് ഉണ്ടോ, ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇൻ ദിസ് കേസ് അവിടെ നമ്മുടെ ടെക്സ്റ്റിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻ ദിസ് കേസ് ദ AO ഹാസ് ഡിസ്ക്രിഷണറി പവർ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹി മേ അസസ് ദ ഇൻകം ഇൻ ദ സെയിം പ്രീവിയസ് ഇയർ ഓർ മേ വെയിറ്റ് ടിൽ ദ അസസ്മെൻറ്റ് ഇയർ. സോ ഈ കേസിൽ മാത്രം മാൻഡേറ്ററി അല്ല, അസസിങ് ഓഫീസർ ഡിസ്ക്രിഷണറി പവർ ഉണ്ട് അവിടെ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അസസ്മെൻറ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള 4 കേസിലും പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത്രയും ഡീപ്പായിട്ട് പോയിട്ടുണ്ട്, ഇൻഡെപ്തായിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റും. നമ്മൾ ബേസിക് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കേസാണ് ഈ MCQ പോകുന്നതിലൂടെ നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ ആൻസർ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓപ്ഷൻ 4 ആണ്, ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ബിസിനസ്. ഇനി 2ാമത് നോക്കൂ കേട്ടോ, ഇതും നല്ല ഇൻട്രസ്റ്റിംഗുമാണ്. നിങ്ങൾ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആക്കും, നമുക്ക് ബോറടിക്കൊന്നുമില്ല, അതുകൊണ്ടാണ്. 2ാമത് നോക്കും, AB was born in England. AB was born in England. His parents were born in India in 1952. His grandparents were born in South Africa. AB shall be 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണോ, ഫോറിൻ നാഷണൽ ആണോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണോ അല്ലേ. ഇവിടെ നമുക്കറിയാം പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെ, ഫോറിൻ നാഷണൽ ആണെങ്കിൽ എന്താ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ല ഉറപ്പാണ്. സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആവും, അതും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ഡൗട്ട് എന്താണ്, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണോ ഫോറിൻ നാഷണൽ ആണോ അല്ലേ, അതിലെ ഡൗട്ട്. ബാക്കി 2 നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഫോറിൻ നാഷണൽ. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷനും അറിയുന്നുണ്ടാവും അല്ലേ. എന്താ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇപ്പോൾ ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റിസൺഷിപ്പ്, അതുപോലെ ഇന്ത്യൻ ഒറിജിൻ, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, എക്സെപ്ഷൻ ടു എബോവ് റൂളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, എ പേഴ്സൺ ഈസ് ഡീംഡ് ടു ബി ഇന്ത്യൻ ഒറിജിൻ if he or either of his parents or grandparents were born in undivided India. അവനോ അവൻ്റെ പാരൻസോ അവൻ്റെ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും അൺഡിവൈഡഡ് ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കണം, ജനിച്ചിരിക്കണം എന്നുള്ളതാണ് റിക്വയർമെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണ്, നമുക്കത് റിക്വയർമെൻറ്റിൽ വരുമോ എന്നുള്ളതാണ് അല്ലേ. AB എവിടെ ജനിച്ചത്, ഇംഗ്ലണ്ടിലാണ്, ഇന്ത്യയിലാണോ? അല്ല. ഈ ABയുടെ പാരൻസ് ജനിച്ചത് ഇന്ത്യയിലാണ് 1952. ഗ്രാൻഡ് പാരൻസോ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ABയും ഇന്ത്യയിലല്ല, ഗ്രാൻഡ് പാരൻസും ഇന്ത്യയിലല്ല. ഇനി നോക്കേണ്ടത് പാരൻസ് ആണോ എന്നാണ്. പാരൻസ് ഇന്ത്യയിലാണ്, പക്ഷേ ഏതാ വർഷം നോക്കൂ, 1952. ഏതാ വർഷം? 1952. അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1947 മുമ്പെയാണ് അല്ലേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെയാണ്. അപ്പോൾ 1952 എന്ന് പറഞ്ഞാൽ അൺഡിവൈഡഡ് ഇന്ത്യ അല്ല, ഡിവൈഡഡ് ഇന്ത്യ ആണ്. അപ്പോൾ ഇവിടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആകാൻ പറ്റുമോ? ഇല്ല. ആരാണ്? ഫോറിൻ നാഷണലാണ് അല്ലേ. ഇത്ര ഡെപ്തിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും മുന്നേ. അതിലോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൾറെഡി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഞാൻ 1-2 കുട്ടികളോട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഇതിൽ നിന്ന് വല്ല ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വന്നു എന്നും വരാം അല്ലേ. അപ്പോൾ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പണിയെടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ
ഒന്ന് ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോവുക. നിങ്ങൾ ഓരോ അല്ല ഏകദേശം 1700 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും എന്നുള്ള ഒരു നിർബന്ധം വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതും കൂടെ തീർക്കാൻ നോക്കുക. ഡെഫിനറ്റ്ലി വിൽ ബി അഡീഷണൽ ബെനഫിറ്റ് ഫോർ യു. അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതും ഇത് നിങ്ങളുടെ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം, അത് നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.